ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു കന്നഡ ഫുഡ് ആൻഡ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ സാധാരണ നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് അരി നനയ്ക്കണം, തലേദിവസം അരയ്ക്കണം, പിന്നെ അത് പൊങ്ങിയോ ഇല്ലേ എന്ന് നോക്കണം, അങ്ങനെ കുറേ പ്രോസസ്സ് ഉണ്ടല്ലോ. ഇതൊന്നും വേണ്ട. 10 മിനിറ്റ് കൊണ്ട് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇഡ്ഡലി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മുടെ ഈ ഒരു റെസിപ്പി. അപ്പോൾ ഈ വീഡിയോക്കകത്ത് ഞാൻ ഉപയോഗിക്കുന്ന റവയാണ്. റവ കൊണ്ട് ഇൻസ്റ്റൻ്റായിട്ട് നല്ലൊരു ഇഡ്ഡലി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിനായി നമുക്ക് കുറച്ച് ജീരകം വേണം, പിന്നെ കടലപ്പരിപ്പ്, കുറച്ച് ഉഴുന്നുപരിപ്പ്, കശുവണ്ടി ഓപ്ഷനിലാണ്, പിന്നെ കരിവേപ്പില കുറച്ച് അരിഞ്ഞത്, അതേപോലെ തന്നെ ക്യാരറ്റ്, മല്ലിയില, പിന്നെ കുക്കിംഗ് സോഡ നമുക്ക് കുറച്ച് വേണം, തൈര് ഒരു 3/4 ലിറ്റർ, കുറച്ച് ഉപ്പ്, അതായത് നിങ്ങളുടെ രുചിക്കനുസരണം, പിന്നെ ഒരു 1/4 കിലോ റവ. ഇത്രയുമാണ് അതായത് വേണ്ട സാധനങ്ങൾ. ഇനി നമ്മളൊരു ചട്ടി വെച്ചിട്ട് അതിനകത്ത് എണ്ണ നമുക്ക് ചൂടാക്കാൻ വയ്ക്കാം. അതിനുശേഷം ഇതിനകത്ത് കടലപ്പരിപ്പും അതേപോലെ തന്നെ ഉഴുന്നുപരിപ്പും നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ അത് നല്ല രീതിയിലൊന്ന് മൊരിഞ്ഞ് വരണം, ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന രീതിയിൽ. നല്ല കളർ മാറേണ്ട ആവശ്യമില്ല, കാരണം അതിടുമ്പോൾ റവയ്ക്കകത്ത് നമുക്ക് എടുത്ത് കാണും. ചെറിയൊരു കളർ മാറ്റം വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള അതേപോലെ തന്നെ കശുവണ്ടിയും ജീരകവും ഇതെല്ലാം ഇട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാം. ഇപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കശുവണ്ടി ഇടാം. ഇപ്പോൾ ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് ലോ ഫ്ലെയിമിൽ തന്നെയാണ്. ഫ്ലെയിം കൂടുതൽ കൊടുക്കേണ്ട, കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കശുവണ്ടിയും അത് അധികം നേരം വേണ്ട, നമുക്ക് ജസ്റ്റ് 1 മിനിറ്റിനകത്ത് തന്നെ അതും നമുക്ക് ആയി കിട്ടും. അതിനുശേഷം നമുക്ക് കുറച്ച് ജീരകം, ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 1/4 ടീസ്പൂണിൻ്റെ അത്ര ജീരകം മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ജീരകം കൂടുതൽ ഇഷ്ടമാണെങ്കിൽ ഇട്ടോളൂ, കുഴപ്പമില്ല. അപ്പോൾ ജീരകം കൂടി ഇന്നിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച കരിവേപ്പില ഉണ്ടല്ലോ, കരിവേപ്പില നല്ല രീതിയിൽ നൈസായിട്ട് അരിഞ്ഞത് അതിനകത്തിടാം. ഇനി നമുക്ക് റവ മാറ്റി വെച്ച 250 ഗ്രാം റവയാണ് ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. നോർമലായിട്ടുള്ള ഉപ്മാവ് റവയാണ്. അതല്ല നിങ്ങൾക്ക് ചില ഷോപ്പുകളിലെ ഇഡലി റവ, ഇപ്പോൾ ഞാൻ ബാംഗ്ലൂരാണുള്ളത്, അപ്പോൾ ബാംഗ്ലൂർ നമുക്ക് ഇഡലി റവ എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ അതില്ലെങ്കിൽ നോർമൽ റവ കൊണ്ടാണ് ഞാനിപ്പോൾ ഉണ്ടാക്കി കാണിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയും സൂപ്പറായിട്ട് വരും. അപ്പോൾ നല്ലോണം വറുത്ത് എടുത്തതിന് ശേഷം നമ്മൾ ചൂടാറാൻ വേണ്ടി പരന്ന പാത്രത്തിൽ വെക്കുക. നല്ലോണം ചൂടാറിയതിന് ശേഷം, തണുത്തതിന് ശേഷം ഒരു ബൗൾ എടുക്കുക. ആ ബൗളിനകത്ത് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച റവ കംപ്ലീറ്റ് ആയിട്ട് ഇടുക. പിന്നെ നമുക്ക് രുചിക്കനുസരണം ഉള്ള ഉപ്പും, പിന്നെ നേരത്തെ നമ്മൾ മാറ്റി വെച്ച കുക്കിംഗ് സോഡ ഉണ്ടല്ലോ, അതൊരു ജസ്റ്റ് ഒരു 1 പിഞ്ച് അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഇടുക. അതിൻ്റെ കൂടെ തന്നെ ക്യാരറ്റും മല്ലിയില നല്ലോണം രീതിയിൽ മിക്സ് ആക്കുക. ഈ ക്യാരറ്റും മല്ലിയില ഓപ്ഷണലാണ്. ഞാൻ പറഞ്ഞല്ലോ ഹെൽത്തി ഫുഡാണ്, ഡയറ്റ് ഫുഡ് ആയതുകൊണ്ട് ഞാൻ വെജിറ്റബിൾസ് ഇതിനകത്ത് ആഡ് ചെയ്തു. അത് വേണ്ടെന്നുണ്ടെങ്കിൽ പ്ലെയിനായിട്ട് ഉണ്ടാക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പും കുക്കിംഗ് സോഡ എല്ലാ ഭാഗത്തേക്കാവുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഞാനിവിടെ 750 ml തൈര് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നല്ല തൈര്, പുളിയില്ലാത്ത കട്ട തൈരാണ്. അപ്പോൾ ആ തൈരൊക്കെ ഇട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുക. കാരണം അതിനകത്ത് റവ ആയതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ കട്ട പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ കട്ടയൊന്നുമില്ലാണ്ട് എല്ലാ ഭാഗത്തുനിന്നും നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഈ സമയത്ത്, ഈ ഇളക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇഡ്ഡലി ചെമ്പ് വേണമെങ്കിൽ അടുപ്പത്ത് കയറ്റി വയ്ക്കാം. ഞാൻ നേരത്തെ കയറ്റി വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. ഇനി നമുക്ക് ഇഡ്ഡലി ട്രേക്ക് ഇതെങ്ങനെയാണ് ഒഴിക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ ഈ തക്കാളി വെച്ചിട്ടാണ് ഒഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതൊരു ടെക്നിക്കാണ്. തക്കാളി വെച്ച് ഒഴിക്കുമ്പോൾ നമ്മൾ ഇഡ്ഡലി എടുക്കുമ്പോൾ ഒരു സ്വല്പം പോലും ഒട്ടി പിടിക്കേണ്ട, നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. അതെല്ലാം നിങ്ങൾക്ക് തക്കാളി ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ കുറച്ച് വെളിച്ചെണ്ണ തടവി വയ്ക്കുക, അതല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് വെച്ചാലും ചൂടാറിയ നല്ല രീതിയിൽ അത് ഒരു സ്വല്പം പോലും ഒട്ടി പിടിക്കേണ്ടത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ബാച്ച് നമുക്ക് ഒഴിക്കാം. ഓക്കെ, അപ്പോൾ ടോട്ടലായിട്ട് ഞാനിപ്പോൾ ഇഡ്ഡലി ഓൾറെഡി വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി ഇഡ്ഡലി എല്ലാം ഒഴിച്ച് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഓക്കെ, ഇപ്പോൾ അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കൊണ്ട് നല്ല രുചികരമായ സ്വാദിഷ്ടമായ ഇൻസ്റ്റൻറ്റ് റവ ഇഡ്ഡലി റെഡിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക, കമൻറ്റിൽ അറിയിക്കുക. ചാനൽ ഇഷ്ടപ്പെട്ട ദയവ് ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും നല്ല റെസിപ്പിയായി വീണ്ടും കാണാം. താങ്ക് യു.